ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ഒരു രാജ്യമായാണ് ഇന്ത്യയെ പാകിസ്ഥാൻ കാണുന്നത്. കാരണം അത്രമേൽ വലിയ തിരിച്ചടിയാണ് ദിവസങ്ങൾ കൊണ്ട് പാകിസ്ഥാന് നേരിടേണ്ടി വന്നത്. പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ നിലംപരിശാക്കിയതോടെ കൂടുതൽ സൈന്യത്തെയും ആണവായുധ ശേഖരത്തെയും നവീകരിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ. 2025 വേൾഡ് വൈഡ് ത്രെറ്റ് അസസ്മെന്റ് റിപ്പോർട്ടിൽ US പ്രതിരോധ വകുപ്പാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സൈനിക കാര്യത്തിൽ പരമ്പരാഗതമായി ഇന്ത്യക്കുള്ള മേൽക്കോയ്മ നേരിടാൻ മതിയായ ആയുധശക്തിയോ സൈനിക ബലമോ പാകിസ്ഥാനില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഒരു സുരക്ഷാ പ്രശ്നവും നിലനിൽപ്പിന് തന്നെ ഭീഷണിയുമാണ്. ഇതോടെ യുദ്ധമുഖത്ത് പ്രയോഗിക്കാവുന്ന ആണവായുധങ്ങൾ പാകിസ്ഥാൻ വികസിപ്പിക്കും. ഒപ്പം ആണവ വസ്തുക്കളുടെയും ആണവായുധ ഏകോപന നിയന്ത്രണ കേന്ദ്രങ്ങളുടെയും സുരക്ഷയും ഉറപ്പാക്കും. കൂട്ടനശീകരണത്തിന് സാധിക്കുന്ന ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള അതായത് WMD പദ്ധതിക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും സഹായം തേടും. ചരക്കുകളും സാങ്കേതിക വിദ്യയും സംഭരിക്കാനാണ് സാധ്യതയെന്ന് US പ്രതിരോധ രഹസ്യാന്വേഷണ ഏജൻസി പറയുന്നു. ചൈനയിൽ നിന്നാണ് വലിയ തോതിൽ സൈനിക സാമ്പത്തിക സഹായം പാകിസ്ഥാന് ലഭിക്കുന്നത്. ഹോങ്കോങ്, സിംഗപ്പൂർ, തുർക്കി, UAE എന്നീ രാജ്യങ്ങൾ വഴിയും ചൈനീസ് ചരക്കുകൾ പാകിസ്ഥാനിൽ എത്തുന്നുണ്ട്. വർഷാവർഷം ഇരു രാജ്യങ്ങളും ഒട്ടേറെ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തിവരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ചൈന പാക് സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ചൈനീസ് തൊഴിലാളികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങൾക്കിടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഭയന്ന് സഹായത്തിനായി നെട്ടോട്ടം ഓടുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ.